ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈറ്റിൽ ബോക്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ ടൈറ്റിൽ ബ്ലോക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഒക്കെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ ബ്ലോക്കിൽ അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ഡ്രോയിങ് വരക്കുന്ന സമയത്തും ഒരു ടൈറ്റിൽ ബ്ലോക്ക് ഇങ്ങനെ വരക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളൊരു ടൈറ്റിൽ ബ്ലോക്കിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഓട്ടോ ക്യാഡ് വരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈറ്റിൽ ബ്ലോക്ക് നമുക്ക് ഓരോ ഡ്രോയിങ്ങിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുഖമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാവരും ഒരു ടൈറ്റിൽ ബ്ലോക്കിൻ്റെ ഒരു ഷീറ്റ് വരച്ച് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ A3 സൈസിലുള്ള ഒരു ടൈറ്റിൽ ബ്ലോക്കാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പല സൈസിൽ നമ്മൾ പ്രിന്റ് എടുക്കാറുണ്ട്, A4, A3, A2, A1 സൈസിലൊക്കെ എടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ A3 സൈസിൽ പ്രിന്റ് എടുക്കുന്ന ഒരു ടൈറ്റിൽ ബ്ലോക്കാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈറ്റിൽ ബ്ലോക്ക് വരക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു A3 സൈസിലുള്ള റെക്റ്റാങ്കിൾ വരക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ ടൂൾ ഞാൻ എടുത്തു. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഒരു A3 സൈസിലെ ഡയമെൻഷൻ കൊടുത്തു. A3 സൈസിലെ ഡയമെൻഷൻ എന്ന് പറയുന്നത് A3യുടെ ഡയമെൻഷൻ 42 സെന്റിമീറ്റർ ബൈ 29.7 സെന്റിമീറ്റർ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 42 സെന്റിമീറ്റർ, എൻ്റർ, ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 29.7 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഒരു A3 സൈസിലുള്ള റെക്റ്റാങ്കിൾ കിട്ടി. ഇവിടെ ഞാൻ സെന്റിമീറ്റർ യൂണിറ്റ് സെറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ 42 സെന്റിമീറ്റർ ബൈ 29.7 സെന്റിമീറ്റർ എടുത്തത്. നിങ്ങൾ മില്ലിമീറ്റർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ 20 ഡിവൈഡഡ് ബൈ 297 അങ്ങനെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് 42 സെന്റിമീറ്റർ ബൈ 29 സെന്റിമീറ്റർ. ഇനി നമുക്ക് A3 ഷീറ്റ്, ഇത് നമ്മുടെ ഒരു A3 ഷീറ്റ് ആണെന്ന് സങ്കല്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിൻ്റെ മാർജിൻ കറക്റ്റായിട്ട് വരക്കണം. അപ്പോൾ മാർജിൻ വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിൽ 2 സെന്റിമീറ്ററും ടോപ്പിൽ 1 സെന്റിമീറ്ററും ബോട്ടത്തിൽ 1 സെന്റിമീറ്ററും സൈഡിൽ 1 സെന്റിമീറ്ററും. എന്തുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 2 സെന്റിമീറ്റർ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോക്യുമെന്റ് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്ത് വെക്കേണ്ടി വരും അല്ലേ. നമുക്ക് ഓരോ പേപ്പർ ഫയലിനുള്ളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ച് ചെയ്ത് കണ്ടൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സൈഡിൽ 2 സെന്റിമീറ്റർ കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൊണ്ട് ഒരു ഒറ്റ ലൈനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ലൈൻസ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ലൈൻസ് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒബ്ജക്ട്സ്, ഈ ഒരു റെക്റ്റാങ്കുലർ ഒബ്ജക്റ്റ് ഞാൻ സെപ്പറേറ്റ് ലൈൻസ് ആയിട്ട് മാറ്റാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മോഡിഫൈക്കകത്ത് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനായി കിടക്കുന്ന എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതല്ലാന്നുണ്ടെങ്കിൽ റിബണിനകത്ത് മോഡിഫൈനകത്ത് എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കും സെലക്ട് ഒബ്ജക്ട്സ്. അപ്പോൾ ഞാൻ ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു, എന്നിട്ട് എൻ്റർ കൊടുത്തു. അപ്പോൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, ഇവിടെ ഓരോ ലൈനും സെപ്പറേറ്റ് ആയിട്ട് വന്നു. ഇനി ഞാൻ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇവിടെ നിന്ന് മോഡിഫൈനകത്ത് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് മാർജിൻ വരക്കാൻ പോവുകയാണ്. അപ്പോൾ ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എത്ര ഡിസ്റ്റൻസിൽ വേണം ഓഫ്സെറ്റ് വരക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ടോപ്പ് ബോട്ടം റൈറ്റ് സൈഡിലുള്ളത് 1 സെന്റിമീറ്റർ ആയിട്ട് ഞാൻ 1 എന്ന് കൊടുത്തു. എന്നിട്ട് ഓരോ ലൈൻസും ഞാൻ ഓഫ്സെറ്റ് ചെയ്യണം. 1 സെന്റിമീറ്ററിൽ ഓഫ്സെറ്റ് ചെയ്തു, 1 സെന്റിമീറ്ററിൽ ഓഫ്സെറ്റ് ചെയ്തു, 1 സെന്റിമീറ്ററിൽ ഓഫ്സെറ്റ്. എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വന്നു. ഇനി വീണ്ടും ഓഫ്സെറ്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ലൈൻ തിക്നെസ് നമ്മൾ മാറ്റി കൊടുക്കാൻ പോവാണ്. 2 സെന്റിമീറ്റർ എന്ന് കൊടുത്തു. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഞാൻ ഓഫ്സെറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് ഈ ലൈൻസ് ഒക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ടൂളാണ് ട്രിം എന്ന് പറഞ്ഞത്. ഈ റിബണിനകത്ത് മോഡിഫൈ ഓപ്ഷനകത്ത് ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു, ഒരു പ്രാവശ്യം കൂടി ഒന്ന് എൻ്റർ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് ഓരോ എഡ്ജും ട്രിം ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഓരോ എഡ്ജായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസ് ട്രിം ചെയ്ത് കളയുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോ എഡ്ജും കറക്റ്റായിട്ട് ട്രിം ചെയ്ത് കളഞ്ഞതിന് ശേഷം ഓക്കെ എൻ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വന്നു, ആ ഓപ്ഷനിൽ നിന്ന് പുറത്തു പോയി. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, നമ്മളുടെ മാർജിൻ വരച്ചിട്ടുള്ള പേപ്പർ കിട്ടി. ഇനി നമുക്ക് ഇതിൽ വരക്കേണ്ടത് ഇതിനകത്തുള്ള ഈ ഒരു ഷീറ്റിനകത്തുള്ള ടൈറ്റിൽ ബ്ലോക്കാണ് നമുക്ക് വരക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈറ്റിൽ ബ്ലോക്ക് വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഓഫ്സെറ്റ് ടൂൾ എടുത്താൽ നമുക്ക് 15 സെന്റിമീറ്റർ ബൈ 5 സെന്റിമീറ്ററുള്ള ടൈറ്റിൽ ബോക്സ് ആണ് നമ്മൾ വരക്കുന്നത്. നമ്മൾ ആസ് പെർ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടൈറ്റിൽ ബോക്സുകൾ വരക്കാം. അപ്പോൾ ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് ആ ഒരു 15 സെന്റിമീറ്റർ ബൈ 5 സെന്റിമീറ്റർ. നമ്മൾ
ഡ്രാഫ്റ്റിംഗ് ലാബിൽ ഷീറ്റിലൊക്കെ വരച്ച് പഠിച്ചിട്ടുള്ള ആ ഒരു ടൈറ്റിൽ ബ്ലോക്കാണ് ഇവിടെ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ടൂൾ എടുത്തു. ഫസ്റ്റ് നമുക്ക് ഈ ഹൊറിസോണ്ടൽ ആയിട്ട് 15 സെന്റിമീറ്റർ ആണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 15 എന്ന് ക്ലിക്ക് ചെയ്തു, എൻ്റർ കൊടുത്തു, ഈ ലൈന് 15 സെന്റിമീറ്ററിൽ ഓഫ്സെറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തു, വീണ്ടും ഓഫ്സെറ്റ് എടുത്തു. ഇനി ഇങ്ങോട്ട് മേലോട്ട് വേണ്ടത് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ 5 സെന്റിമീറ്റർ എന്ന് കൊടുത്തു, എൻ്റർ കൊടുത്തു, എന്നിട്ട് ഈ ലൈൻ ഓഫ്സെറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ട്രിം എക്സിറ്റ് ചെയ്ത് ഈ ഓപ്ഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോയിട്ട് ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു, ഒന്നും കൂടി എൻ്റർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്തു, ഈ എക്സ്ട്രാ ലൈൻസ് ട്രിം ചെയ്ത് കളയും. ഓക്കെ, ഇനി ഈ ടൈറ്റിൽ ബ്ലോക്കിനകത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് തരണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, ഈ ഒരു ഡിസ്റ്റൻസ് 10 സെന്റിമീറ്ററിൽ ഇങ്ങോട്ടൊരു ലൈനാണ്. അപ്പോൾ വീണ്ടും ഓഫ്സെറ്റ് എടുത്തു, എന്നിട്ട് 10 എന്ന് കൊടുത്തു, ഈ ലൈന് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്തു. ഇനി വെർട്ടിക്കലിൽ വേണ്ടത് 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ആൻഡ് 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ആദ്യം ഓഫ്സെറ്റ് കൊടുത്തു, ഞാൻ 2 സെന്റിമീറ്റർ എന്ന് കൊടുത്തു, 2 സെന്റിമീറ്ററിൽ താഴോട്ട് ഓഫ്സെറ്റ് ചെയ്തു, 2 സെന്റിമീറ്ററിൽ താഴോട്ട് ഓഫ്സെറ്റ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി താഴെയുള്ളത് 1 സെന്റിമീറ്ററിൽ വന്നു. ഓക്കെ, ഇനി ഈ ഒരു ബ്ലോക്കിനകത്ത് ഇത് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും രണ്ടെണ്ണമായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഓഫ്സെറ്റ് എടുത്തു, 1 സെന്റിമീറ്റർ എന്ന് കൊടുത്തു, ഇത് സെപ്പറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു, ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് എൻ്റർ, ഒന്നും കൂടി എൻ്റർ കൊടുത്തു, ട്രിം ചെയ്തു. ഇപ്പം നമ്മുടെ ടൈറ്റിൽ ബോക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓരോന്നിൻ്റെ അകത്ത് എന്തൊക്കെ വേണമെന്ന് കറക്റ്റായിട്ട് ഒന്ന് ചെയ്യുന്ന സമയത്ത് കറക്റ്റാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് അതിന് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ വേണ്ടത് നമുക്ക് ടൈറ്റിൽ ഓഫ് ഡ്രോയിങ് ആണ്. അപ്പോൾ അതാണ് അവിടെ കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയ ഒരു ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ എഴുതാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ താഴത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അപ്പോൾ അതിനു വേണ്ടി സൈസ് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്താ അണ്ടർലൈൻ കൊടുത്ത് ബോൾഡ് എടുത്തിട്ട് ഞാൻ എഴുതാൻ പോവാണ്, ടൈറ്റിൽ ഓഫ് ഡ്രോയിങ്. ഓക്കെ, ആ ഒരു മൂലം കൊടുത്തു, ക്ലോസ് എഡിറ്റർ കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇത് അറിയുന്ന ആൾക്കാർക്ക് ഇവിടെ ടൈറ്റിൽ ഓഫ് ഡ്രോയിങ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇനി അതുപോലെ ബാക്കിയുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നെയിം വേണം, അതിന് താഴെ നമുക്ക് റോൾ നമ്പർ വേണം, പിന്നെ ക്ലാസ് വേണം. ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത് പഠിച്ച് നമുക്ക് കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടാബ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ടാബ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ നമ്മൾ വേർഡിൽ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കൊടുക്കാൻ കഴിയും. ഇനി ഇതിനകത്തുള്ള സ്പേസിങ്ങൾ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള സ്പേസിങ് നമുക്ക് ഇവിടെ കൂട്ടാം. 1.2 ആണോ, 2 ഡിസ്റ്റൻസിൽ വേണോ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 എന്ന് കൊടുത്തു. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഒന്ന് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്തു, മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു, എന്നിട്ട് ഒന്ന് താഴോട്ട് അലൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, അവിടെ വന്നു. ഇനി നമുക്ക് ഇവിടെ മറ്റു പല കാര്യങ്ങളും കൊടുക്കാനുണ്ട്. നമുക്ക് ഇവിടെ എന്ത് കൊടുക്കണം, ഷീറ്റ് നമ്പർ കൊടുക്കണം അല്ലെ. ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കണം, ഷീറ്റ് നമ്പർ കൊടുക്കണം. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ഷീറ്റ് നമ്പർ. ഓക്കെ, ക്ലോസ് എടുത്ത് കൊടുത്തു. ഇനി അതൊന്ന് അലൈൻ ചെയ്തേക്കണം, മൂവ് വന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അലൈൻ ചെയ്തു. ഇനി ഇതുപോലെ താഴത്ത് എന്ത് ചെയ്യണം, ഡേറ്റ് സ്കെയില് വരണം. അപ്പോൾ ഞാൻ കോപ്പി കൊടുത്തുകൊണ്ട് താഴോട്ട് കോപ്പി ചെയ്തു. അപ്പോൾ കോപ്പി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ CO എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരും. എന്നിട്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്കെയിൽ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്കെയിൽ എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താഴെ എന്ത് ചെയ്യാം, ഇത് വീണ്ടും കോപ്പി ചെയ്തുകൊണ്ട് എന്ത് കൊടുക്കാം, ഇവിടെ ഡേറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡേറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിമാണ്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം എല്ലാ ഡ്രോയിങ്ങിനും സെയിം ആയത് കാരണം ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം അങ്ങോട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ സെൻട്രൽ അലൈൻഡ് ജസ്റ്റിഫിക്കേഷൻ ഒക്കെ സെൻറ്ററായിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് MEA എഞ്ചിനീയറിംഗ് കോളേജ് പെരിന്തൽമണ്ണ.
ഓക്കെ, അത് സൈസ് കൂട്ടണമെങ്കിൽ അതെല്ലാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് സൈസ് ഞാനൊരു 0.3 എന്ന് കൊടുത്തു നോക്കി. അപ്പോൾ അത് ഭയങ്കര സൈസ് കൂടി. അപ്പോൾ ഞാൻ 0.25 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി അത് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് എന്ന് കൊടുത്തു. ഞാൻ ക്ലോസ് എഡിറ്റർ. അപ്പോൾ നമ്മുടെ പേര് കറക്റ്റായിട്ട് അവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മളുടെ ആയി കഴിഞ്ഞ് നമ്മുടെ ടൈറ്റിൽ ബോക്സ് ആയി. ഇനി നമുക്കിത് സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് എല്ലാത്തിലോട്ടും പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ബ്ലോക്ക് ആയിട്ട് മാറ്റാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതൊരു എല്ലാ മെമ്പേഴ്സും നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഇൻസൈഡിലുള്ള മാർജിൻ തൊട്ടുള്ള ബോക്സ് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഔട്ടർ ലെയർ ഞാൻ സെലക്ട് ചെയ്യുന്നില്ല, ഇൻസൈഡ് മാത്രം സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ബ്ലോക്കിനകത്ത് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോവിനകത്ത് പോകും. അപ്പോൾ നമ്മളുടെ ഇവിടെ നെയിം ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് A3 ടൈറ്റിൽ ഷീറ്റ്. ഓക്കെ, ഷീറ്റ് കൊടുത്തു. ഇനി ഇതിനകത്ത് നമ്മൾ സ്പെസിഫൈ ബേസ് പോയിന്റ് എന്ന് കൊടുക്കാണ്ട്. അപ്പോൾ പിക്ക് പോയിന്റ് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു A3യുടെ ബോട്ടം ലെഫ്റ്റ് കോർണർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഒബ്ജക്ട്സ് ആണ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഇനി ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒന്നും കൂടി ഇത് ഈ ഒരു ലൈൻസ് ഫുള്ള് സെലക്ട് ചെയ്തു. ഓക്കെ, ആൻഡ് എൻ്റർ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ എല്ലാം സെലക്ട് ചെയ്തു, ഒക്കെ കറക്റ്റായി കൺവേർട്ട് ടു ബ്ലോക്ക്. അത് ബ്ലോക്ക് ആക്കി മാറ്റാൻ കൊടുത്തു. ബ്ലോക്ക് യൂണിറ്റ് സെൻറ്റിമീറ്റേഴ്സിലാണ്. ഒക്കെ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇതൊരൊറ്റ ബ്ലോക്കായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും കോപ്പി പേസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഈ ഒരു ബ്ലോക്ക് നമുക്ക് ലേ ഔട്ടിൽ കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ടിനകത്ത് പോയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നമ്മൾ ലാസ്റ്റ് വർഷം ബ്ലോക്ക് ഇവിടെ കാണാൻ കിട്ടണോ? അതല്ലാണ്ട് എന്ത് ചെയ്യാം? മോർ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇതിലാ ഈ ഒരു താഴോട്ടുള്ള നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച A3 ഷീറ്റ് കിട്ടും. അപ്പോൾ A3 ഷീറ്റ് കിട്ടുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു പേസ്റ്റ് ചെയ്യുന്നത് 0 പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർജിനൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ടൈറ്റിൽ ഷീറ്റ് ഉണ്ടാക്കേണ്ടത്. ഇനി ഇത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പ്ലോട്ട് ചെയ്യണം എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. താങ്ക്